ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്ങും അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണെന്ന് നോക്കാം. സബ് കോൺഷ്യസ് മൈൻഡ് നോക്കുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവരുടെ വാശി എന്താണോ അതിന്മേൽ ആക്ഷൻ എടുക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതായത് ഇവർക്കിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണമെന്നുള്ള ആ ഒരു വാശിയിലാണ് ഇവർ ഉള്ളത് എങ്കിൽ അത് സംഭവിക്കുവാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും ഇവർ തയ്യാറാണ്. ആ ഒരു എനർജിയിലാണ് ഇവർ ഉള്ളത്. ഇപ്പോൾ ഇവർ കെയർ ഫ്രീ ആയിട്ടുള്ള മൈൻഡിലാണ് ഉള്ളത്. അതായത് ഇവർക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതിവർ ചെയ്യും എന്നുള്ള ഒരു എനർജിയിലാണ് ഉള്ളത്. അതായത് ഈ ലോകം തന്നെ എതിർത്താലും കുഴപ്പമില്ല, എനിക്ക് എന്താണോ നല്ലതെന്ന് തോന്നുന്നത് അത് മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ. ഇവിടെ ഈ ഒരു വൈബ്സ് കാണാൻ സാധിക്കുന്നത് മാരേജ് റിലേറ്റഡ് ആയിട്ടാണ്. അതായത് ഇവർക്ക് മാരേജ് ചെയ്യാനുള്ള ആൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകുവാനും ഇവർ തയ്യാറാണ്. അവർക്ക് വേണ്ടി ആക്ഷൻ എടുക്കുവാനും തയ്യാറാണ്. ഇവിടെ ഇവർ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത്. അതായത് ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള എനർജി. അതായത് ഇവർ നിങ്ങൾക്ക് വേണ്ടി അത്രമാത്രം പൊസസീവാണ്, ആര് പറയുന്നതും കേൾക്കത്തില്ല. ഇവിടെ ഇവർ വളരെയധികം ഇൻറ്റ്യൂട്ടീവ് ആകുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഡിവൈൻ്റെ ഭാഗത്തുനിന്ന് എന്തോ ഒരു കാര്യം ഇവർക്ക് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇവർക്ക് എന്തെങ്കിലും ഒരു ഗൈഡൻസ് ഡിവൈൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട്. അതനുസരിച്ച് ആ ഒരു ഗൈഡൻസ് ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ എന്ത് ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിലും അത് വളരെയധികം ആലോചിച്ച് ചിന്തിച്ചിട്ടായിരിക്കും എടുക്കുന്നത്. ഇവരുടെ എന്ത് ആക്ഷൻ ആയാലും അതൊരിക്കലും ഇമ്മച്യൂർ ആയിട്ടുള്ള ആക്ഷൻ ആയിരിക്കത്തില്ല. വളരെ ആലോചിച്ച് ചിന്തിച്ചിട്ടായിരിക്കും ഇവർ ആക്ഷൻ എടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് എന്താണോ ശരിയായിട്ട് ഉള്ളത് അതിന് വേണ്ടി ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഫാമിലി പ്രോബ്ലംസ് ഉണ്ട് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ ബിന്ദാസായിട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കുറേ ആൾക്കാരുടെ മനസ്സിൽ ഈ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കാം, അതായത് എൻ്റെ പേഴ്സൺ ആക്ഷൻ എടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. ഇവിടെ വൈബ് വളരെ പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പൂർണ്ണമായും സ്റ്റാൻഡ് എടുക്കാനുള്ള ആ ഒരു എനർജിയിലാണ് ഉള്ളത്. ഇനി ഇവർ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. ഇവരുടെ ഹൃദയം എന്താണോ ഇവരോട് പറയുന്നത് അത് മാത്രമേ ഇവർ കേൾക്കുകയുള്ളൂ. ഇവർ ആരുടെ കൂടെയാണോ മുന്നോട്ടുള്ള ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നത് അവരുടെ കൂടെയായിരിക്കും ഇനി ഇവർ ജീവിക്കുക. ഇവർ ഈ ഒരു കാര്യത്തിൽ ദുഃഖത്തിലാണ്. അതായത് നിങ്ങൾ ഇനി ഇവരുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യത്തില്ലേ? പാസ്റ്റിൽ ഇവർ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അത് കാരണമായിരിക്കാം ഇവർ പേടിക്കുന്നത്. നിങ്ങളിനി ഇവരുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പേടിക്കുന്നത് ഇതുകൊണ്ടായിരിക്കും. ഇല്ല എങ്കിൽ ഇവരുടെ പേരൻസ് നിങ്ങളുമായിട്ടുള്ള പ്രപ്പോസൽ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവത്തില്ല. അത് കാരണവും ചില ആൾക്കാരുടെ പേഴ്സൺ ദുഃഖത്തിലായിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ പേരൻസിന് കുഴപ്പമില്ല, ഇവരുടെ പേരൻസ് ആയിരിക്കും പ്രശ്നമുണ്ടാക്കുന്നത്. ഇവിടെ ഓവർ തിങ്കിങ്ങിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഞാൻ എന്ത് ഡിസിഷനാണോ എടുക്കാൻ പോകുന്നത് അത് ശരിയാണോ എന്നുള്ള കാര്യത്തിൽ ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ സക്സസ്സോടെ മുന്നോട്ട് പോകുവാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ തടസ്സങ്ങളാണോ ഉണ്ടാകുന്നത്, എന്തൊക്കെ സിറ്റുവേഷൻസ് ആണോ, എന്തൊക്കെ ബന്ധങ്ങളാണോ പ്രശ്നമായിട്ട് വരുന്നത് അതെല്ലാം കട്ട് ഓഫ് ചെയ്തിട്ട് മുന്നോട്ട് പോകുവാനുള്ള എനർജിയിലാണ് ഇവർ ഉള്ളത്. നിങ്ങളപ്പോൾ ഓഫുള്ളായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു നെഗറ്റിവിറ്റിയിൽ വിജയം കൈവരിക്കുന്നതാണ്. എല്ലാ നെഗറ്റിവിറ്റിയും ഇവർ റിലീസ് ചെയ്യുന്നതാണ്. കുറേ ആൾക്കാർ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ തമ്മിൽ ഒന്നാകണമെന്ന്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഒന്നാകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏത് രീതിയിലാണ് ഞാൻ മുന്നോട്ട് ആക്ഷൻ എടുക്കേണ്ടത്, എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് ആ രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ അപ്പോൾ എന്ത് ആക്ഷൻ ഉണ്ടെങ്കിലും അത് നിങ്ങളുടെ ഫേവറിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്ത് ഡിസിഷനാണോ എടുക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു ആക്ഷൻ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഇവരുടെ ഭാഗത്ത് നിന്ന്. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരും സ്നേഹിക്കുന്ന ആൾ വേറെ കാസ്റ്റ് വേറെ കൾച്ചറിലുള്ള ആളായിരിക്കാം. അത് കാരണം നിങ്ങൾക്ക് പേടിയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ വേറെ കൾച്ചർ വേറെ കാസ്റ്റ് വേറെ സ്റ്റാറ്റസിലുള്ള അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ട് ഇവിടെ. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഒരു പേടിയുമില്ല, അവർ ബിന്ദാസ് ആയിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാനായിട്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി പോസസീവാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ നിങ്ങളുടെ കൂടെയാണ് ഇവരുടെ ജീവിതം കാണുന്നത്. നിങ്ങളുടെ കൂടെ ഒരു കുടുംബം ഉണ്ടാക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്.
ഇവിടെ ഇവർ നിങ്ങൾക്ക് വേണ്ടി വളരെയധികം പ്രൊട്ടക്റ്റീവും പൊസസീവുമാണ്. നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്ന കാര്യം ഇവർക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഇതിൽ ഫാമിലി ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ കൂടെ ജീവിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ മാരേജ് ചെയ്യുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്പൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇനിയെങ്കിലും ഇവർ ആക്ഷൻ എടുത്തില്ല എങ്കിൽ താമസിച്ച് പോകുമെന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇത് ഭയങ്കരമായിട്ടുള്ള പൊസസീവാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയുമുണ്ട്. ഇവർക്ക് തോന്നുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇങ്ങനെ ട്രാപ്ഡായിട്ടിരുന്നാൽ കാര്യങ്ങളെല്ലാം വളരെ മോശമാകുന്നതാണ്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ റെഡി ആയിട്ടിരിക്കുകയാണ് ഒരു ആക്ഷൻ എടുക്കുവാൻ വേണ്ടി. ഇവിടെ ഇവരോട് ആർക്കും ആർഗ്യുമെൻറ്റ് ചെയ്യുവാൻ സാധിക്കയില്ല. അത്രമാത്രം പവറിലാണ് ഇവർ ഉള്ളത്. ഇവിടെ ഇവരുടെ ലൈഫിൽ എന്ത് ട്രാൻസ്ഫർമേഷനാണോ വരുന്നത് അത് നിങ്ങൾക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരുന്നതാണ്. അതായത് സക്സസ് കൊണ്ടുവരുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി ഇവർ ആക്ഷൻ എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇപ്പോൾ വളരെ വാശിയിലാണ് ഉള്ളത്. അവരെന്താണോ ആഗ്രഹിക്കുന്നത് നടത്തിയെടുക്കണമെന്നുള്ള വാശിയിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് എനർജി. ഇനി ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണെന്ന് നോക്കാം. അതായത് കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവരുടെ കാത്തിരിപ്പാണ് ഇപ്പോൾ ഉത്തരം നൽകുവാൻ പോകുന്നത്. ഇനി ഇവർക്ക് കാത്തിരിക്കാൻ വയ്യ. എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കണം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ വളരെ പ്യുവറായിട്ടുള്ള ഒരു സോളാണ്. നിങ്ങളെ വിഷമിപ്പിച്ചാൽ ഇവർക്ക് ഒരിക്കലും ജീവിതത്തിൽ ഹാപ്പി ആയിട്ടിരിക്കുവാൻ സാധിക്കത്തില്ല എന്നാണ്. ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ ഒരിക്കലും ഇവരോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇവരെയാണ് നിങ്ങളോട് തെറ്റ് ചെയ്തത്. ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് എന്തായാലും ഈ ഒരു ബന്ധത്തിൽ ഞാൻ ഒരു ആക്ഷൻ എടുക്കണം, മുന്നോട്ട് പോകണം എന്നാണ്. അപ്പോൾ ഇവരുടെ കറണ്ട് ഫീലിങ്സിൽ ട്രൂ ലവ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ നിങ്ങളുടെ കൂടെ ഒരു കുടുംബ ജീവിതം കാണുന്നു, നിങ്ങളെ മാരേജ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഇവരുടെ കാത്തിരിപ്പിൻ്റെ ആ ഒരു ഉത്തരം ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുവാൻ പോകുകയാണ്. ഫുൾ ആൻഡ് ഫൈനൽ ആക്ഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് നിങ്ങളിൽ പല ആൾക്കാർക്കും കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അവരുടെ പേഴ്സണിൽ നിന്ന്. ഇവർക്ക് തോന്നുന്നത് നിങ്ങൾക്ക് മാത്രമേ ഇവരുടെ ലൈഫിനെ നേരെയാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇവരുടെ ലൈഫിൽ പല മാറ്റങ്ങളും കൊണ്ടുവരുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങൾ ഇവരുടെ കൂടെ ഉള്ളപ്പോൾ മാത്രമാണ് ഇവർക്ക് ഒരു ബാലൻസ് കിട്ടുന്നത്. ഇല്ല എങ്കിൽ ഇവരുടെ ബാലൻസ് ഇല്ലാതാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാത്രമേ ഇവരുടെ ലൈഫിൽ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. നിങ്ങളൊരു ഏഞ്ചലിനെ പോലെയാണ് ഇവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കറണ്ട് ഫീലിംഗ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജി നോക്കുമ്പോൾ. ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ നമ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന 5 ആണ്. ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷം 23 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസൊണേറ്റ് ആകുന്നതാണ്. 23 അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ഭയങ്കരമായിട്ടുള്ള ദേഷ്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപാരമായിട്ടുള്ള ദേഷ്യം. പക്ഷെ നിങ്ങളോടല്ല ഇവർക്ക് ദേഷ്യം. ഇവിടെ ദേഷ്യം തേർഡ് പാർട്ടിയോടാണ് കാണിക്കുന്നത് ഇവർ. ഇവിടെ ഇവരുടെ മനസ്സ് ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഇവർക്ക് ദേഷ്യം വരുന്നതായിട്ട്. എനിക്കൊരു ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ തേർഡ് പാർട്ടി ഇവിടെ എതിരായിട്ട് നിൽക്കുമ്പോൾ അവരോട് ഇവരുടെ ദേഷ്യം തീർക്കുന്ന ആ ഒരു എനർജി. ഇവിടെ തേർഡ് പാർട്ടി ഇപ്പോൾ ഫാമിലി എതിരായിട്ടിരിക്കുകയാണ് നിങ്ങളുമായിട്ടുള്ള വിവാഹത്തിന് എങ്കിൽ ഇവർ ആ തേർഡ് പാർട്ടിയുമായിട്ടുള്ള എല്ലാ ബന്ധവും കട്ട് ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇവർക്ക് ഇവരുടെ വാശി എന്താണോ അത് നടത്തിയേ പറ്റത്തുള്ളൂ. ഇനി ഇവർക്ക് കാത്തിരിക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് ഇവരുടെ എനർജി. ഇവിടെ ഒരു സൈഡ് നിങ്ങളും ഒരു സൈഡ് ഇവരുടെ അതർ സിറ്റുവേഷനാണ് എങ്കിൽ ഏതെങ്കിലും ഒന്നിനെ ഇവർ ചൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവർ നിങ്ങളെയാണ് ചൂസ് ചെയ്യുന്നത്. ഇനി ഇവർക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. ഇനി ഇവർക്ക് സ്റ്റാൻഡ് എടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള എനർജിയിലാണ് ഇവർ ഉള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് ഐ ചക്ര ഹീലായിട്ടാണ് ഉള്ളത് എങ്കിൽ ഇനി ഇവർക്ക് ചിന്തിക്കുന്നതിലും ആലോചിക്കുന്നതിലും ഒരു പ്രോബ്ലം വരത്തില്ല. പെട്ടെന്ന് ഇവർ ആക്ഷൻ എടുക്കുന്നതാണ്. അതായത് എന്ത് കാര്യമായാലും ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാകും, പെട്ടെന്ന് ഇവർ ആക്ഷൻ എടുക്കും. അതായത് ഇവരുടെ ലൈഫിൽ ഇവർക്ക് ശരിയായ ഡിസിഷൻ ഇപ്പോഴാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു ചിന്തയുണ്ട് എങ്കിൽ ഇവർ ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ ഡിസിഷൻ എടുക്കുന്നതാണ്.
ഇവിടെ കുറച്ചെങ്കിലും നിങ്ങളോട് ട്രൂ ഫീലിങ്സ് ആണ് ഇവർ വയ്ക്കുന്നത്. ഡിവൈനുമായിട്ട് അലൈൻമെൻ്റ് ആണ് എങ്കിൽ ഇവർ ശരിയായ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഇവർ ഡിസിഷൻ എടുക്കുന്നത്. അല്ല, ഇവർ നിങ്ങൾക്ക് വേണ്ടി ട്രൂ ഫീലിങ്സ് അല്ല വയ്ക്കുന്നത്, ഡിവൈനുമായിട്ട് അലൈൻമെൻറ്റിലല്ല എങ്കിൽ ചിലപ്പോൾ തെറ്റായ ഡിസിഷനുമായിരിക്കും ഇവർ എടുക്കുന്നത്. ഇവരുടെ വിഷൻ ഇവരെ നിങ്ങളുടെ അടുത്തേക്ക് ഫോഴ്സ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണമെന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇവിടെ കുറേ ആൾക്കാർക്ക് മെസ്സേജോ കോൾസോ റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവർ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ എന്താക്കുന്നതാണ്. ഇവിടെ 144ൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഡിവൈൻ പാത്തിൽ കൂടെയാണ് പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള പാത്തിലാണ് ഉള്ളത് എങ്കിൽ ഉറപ്പായിട്ടും ഡിവൈൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഡിവൈൻ തന്നെ നിങ്ങളെ അലൈൻമെൻറ്റിൽ കൊണ്ടുവരുവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ പേഴ്സൺ മാരേജ് റിലേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ട് ഒബ്സ്റ്റിക്കൽസ് ഫേസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇനി ഇവർ ഈ ഒരു ഒബ്സ്റ്റിക്കൽസിനെ എല്ലാം എന്താക്കുന്നതാണ്. നിങ്ങളുടെ പേഴ്സൺ ബിന്ദാസായിട്ട് നിങ്ങളുടെ കൂടെ ഒരു പുതിയ തുടക്കം കുറിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക, പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് യൂസ് ചെയ്യുക. എന്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയാലും അത് റിലീസ് ആകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ. 5 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ മിനിമം 5 hours മാക്സിമം 23 hours നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസൊണേറ്റ് ആകുന്നതാണ്. ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ എനർജിയിലും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിലും ഒരു സ്ട്രെങ്ത് ഇല്ലായിരുന്നിട്ടുണ്ട് എങ്കിൽ ഇനി നിങ്ങളുടെ എനർജിയിലും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിലും ഒരു സ്ട്രെങ്ത് വരുന്നതാണ്. അതായത് നിങ്ങൾക്ക് തന്നെ തോന്നുന്നതാണ്, എനിക്ക് ഇത്രമാത്രം സ്ട്രെങ്ത് എവിടുന്നാ വന്ന്, എൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു ശക്തിയുള്ള ആളായിരുന്നു, ഭയങ്കരമായിട്ട് ശക്തി എൻ്റെ ബ്ലഡിൽ വരുന്നല്ലോ എന്ന്. അത്രമാത്രം ശക്തി നിങ്ങളുടെ ഉള്ളിൽ വരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ യങ്സിസ്റ്റേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല. ഇവിടെ നിങ്ങളുടെ ആ ഒരു ബ്ലഡിൽ തന്നെ ആ ഒരു എനർജി ശക്തി ഉള്ളത് കാരണം നിങ്ങൾക്ക് എന്ത് ആക്ഷൻ എടുക്കുവാനും ഒരു പേടിയും ഇല്ലാതാകുന്നതാണ്. ഒരിക്കലും നിങ്ങൾ ഒരിടത്തും പരാജയപ്പെടത്തില്ല. വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് വേണ്ടി സക്സസ്സും ഹാപ്പിനെസ്സും വരികയാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇനി നിങ്ങളുടെ വരാൻ പോകുന്ന സമയത്ത് റൊമാൻസിൻ്റെ ആ ഒരു സമയമാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഡിവൈൻ്റെ ആ ഒരു ബ്ലെസ്സിങ് റിസീവ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഏതെങ്കിലും സിറ്റുവേഷനിൽ ട്രാപ്പ്ഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് സ്വയം ഒരു ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ നിങ്ങളുടെ പേഴ്സണ് അവരുടേതായ ഒരു ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എന്ത് കഠിനമായ മാർഗമായിക്കൊള്ളട്ടെ നിങ്ങളത് ചൂസ് ചെയ്യണം. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് കഠിനമായി തോന്നും, കുറച്ച് കഴിയുമ്പോൾ ആ മാർഗം നിങ്ങൾക്ക് നല്ലതായി തോന്നും. അപ്പോൾ നിങ്ങൾ അത്രമാത്രം സ്ട്രെങ്ത് ശേഖരിച്ച് ആ ഒരു മാർഗം ചൂസ് ചെയ്ത് മുന്നോട്ട് പോകുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും എൻ്റെ ശിവരാത്രി ആശംസകൾ.